മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾക്ക്, വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസമില്ലാത്തവർക്കും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. സയൻസ് ആണെങ്കിൽ അത് ശരിയായിരിക്കും, അത് മനുഷ്യന് ഉപയോഗപ്രദമായിരിക്കും എന്നൊരു ധാരണ. സയൻസ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളത് പഠിക്കുന്നത്, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ധാരണയുണ്ട്. ധാരാളം യുക്തിവാദികൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. സയൻസ് ആണെങ്കിലേ അതിൽ യുക്തിയും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ബുദ്ധിയും എല്ലാം പ്രയോഗിക്കേണ്ടതുള്ളൂ. സയൻസ് അല്ലാത്തതിലൊന്നും വലിയ പ്രയോജനമില്ല എന്നൊരു ധാരണ. എല്ലാം സയൻസ് കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കണം, എല്ലാം സയൻസ് കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കും എന്നൊരു ധാരണ 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. AD 1900 കാലഘട്ടത്തില് സയൻസിന് ഉത്തരം പറയാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നൊരു ധാരണ. ആ ധാരണയ്ക്കൊരു പേരുണ്ട്, സയന്റിസം എന്നതിന് പറയാം. സയന്റിസം. സയൻസ് ക്യാൻ സോൾവ് ഓൾ ഹ്യൂമൻ പ്രോബ്ലം, സയൻസ് ക്യാൻ ആൻസർ ഓൾ ഹ്യൂമൻ പ്രോബ്ലം. പക്ഷേ സയൻസ് ആയാലും ആത്മീയതയായാലും സാഹിത്യമായാലും കലയായാലും ആയുധമായാലും ഏതായാലും അത് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത് ആ സബ്ജക്റ്റ് അല്ല, അത് കൈകാര്യം ചെയ്യുന്നവരാണ്. ആയുധം നല്ലതായിരിക്കാം, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നവൻ അത് ചീത്തയ്ക്ക് ഉപയോഗിച്ചാൽ ഇത് സയൻസ് നന്നായിരിക്കാം. ആ സയൻസാണ് ഇന്ന് ലോകത്തിലെ എയ്ഡ്സ് എന്ന രോഗം ഉണ്ടാക്കിയത്. HIV എന്ന രോഗം ഉണ്ടാക്കിയത് സയൻസാണ്. 40 രോഗങ്ങള് സയന്റിസ്റ്റുമാരുണ്ടാക്കിയതാണ്. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി പുതിയത് കണ്ടുപിടിക്കാനുള്ള പ്രയാണത്തില് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഇന്നത്തെ അവൈലബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിലെ ജനങ്ങളില് രോഗികളാക്കാൻ സാധിക്കുന്ന രോഗാണുക്കളെയും വൈറസിനെയും സൃഷ്ടിച്ചത് ശാസ്ത്രജ്ഞന്മാരാണ്. അതുപോലെ തന്നെ പല മരുന്നുകളും ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതായതുകൊണ്ടാണ് അതിനെ ബാൻ ചെയ്യുന്നത്. അപ്പൊ സയൻസ് ആയതുകൊണ്ട് മരുന്ന് എന്ന് പറയുന്ന മൃതസഞ്ജീവനി ആവുന്നില്ല. അതുപോലെ ഇന്ന് പ്ലാസ്റ്റിക് എന്നുള്ളത് വലിയ ഭീഷണിയാണ്. സയൻസിന്റെ പ്രോഡക്റ്റാണ്. നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. ചീത്തയ്ക്ക് ഉപയോഗിച്ചതിന്റെ പരിധി കടക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അതുപോലെ കീടനാശിനി നോക്കുക, ധാരാളം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. ഭയങ്കര വിഷാംശമുള്ള കീടനാശിനി ഉണ്ടാക്കി. അതിന്ന് മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ആ കീടനാശിനി ഉപേക്ഷിച്ച് ജൈവ കീടനാശിനിയിലേക്കും ജൈവ വർക്കിലേക്കും വരേണ്ടി വന്നു. എന്തുകൊണ്ടാ? ആ സയൻസിന്റെ പ്രോഡക്റ്റ് തെറ്റായതുകൊണ്ട്. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ പറയേണ്ടി വന്നു. ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന കാർബൺ ടെട്രാഫ്ലൂറൈഡ് ഉപേക്ഷിക്കേണ്ടി വന്നു, ഓസോൺ പോകുന്നത് കൊണ്ട്. ഭൂമിയും ജലവും അന്തരീക്ഷവും മലിനീകരിക്കുന്ന കെമിക്കല് കത്തിക്കാളി പടരുന്നത് സയൻസിന്റെ പ്രോഡക്റ്റാണ്. ചിലപ്പോൾ ചില മരുന്നൊക്കെ കഴിച്ചാൽ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആജീവനാന്തം ഈ രോഗത്തെക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും സർജറി നടത്തുന്നത് സയൻസിന്റെ പ്രോഡക്റ്റാണ്. 10ഉം 15ഉം മരുന്ന് കൊടുക്കുന്നത് സയൻസിന്റെ പ്രോഡക്റ്റാണ്. അപ്പൊ ശാസ്ത്രജ്ഞൻ ആണെങ്കിൽ അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്നും, ഡോക്ടർ ആണെങ്കിൽ അയാൾ തരുന്ന മരുന്നുകളൊക്കെ നല്ലതാണെന്നും, ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റൊക്കെ നല്ലതാണെന്നും, സയൻസ് ആണെങ്കിൽ പിന്നെ ചിന്തിക്കാനില്ല, അതൊക്കെ സ്വീകരിക്കാമെന്നുള്ള ധാരണകളൊക്കെ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ്. ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് സയൻസ് എന്ന് പറഞ്ഞാല് അത് മനുഷ്യ നന്മയ്ക്കുള്ളതാണെന്ന്. അല്ല, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കാം. ജ്യോതിഷവും മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കാം, വാസ്തുവിദ്യയും മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കാം. പക്ഷെ അതാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നതിനെയാണ് എതിർക്കാറുള്ളത്. അതുപോലെ തന്നെ ആയുർവേദം നല്ലതാണ്, പക്ഷെ അമിതമായാലുള്ള അവസ്ഥ എന്താണ്? ഡേഞ്ചറസ് ആണ്.
അങ്ങനെ ഏത് വിഷയമാണില്ല. ആത്മീയത നല്ലതാണ്, അത് പരിധി കടന്നാലുള്ള അവസ്ഥ എന്താണ്? ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീരും. ചിലപ്പോൾ ചിലരുടെ എല്ലാം ദാസന്മാരെ പോലെ ജീവിക്കുന്നതൊക്കെ ഈ ആത്മീയത കടന്നുകൂടിയിട്ടാണ്. മതം നല്ലതാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നടക്കുന്ന നോക്കുക, ഖുർആന്റെ പേരിൽ 125 പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് അനുവദിച്ചില്ല എന്ന പേരിലാണ് അതുങ്ങളെ കഴുത്തറത്ത് കൊന്നത്. ഇസ്ലാമിന്റെ പേരിലാണത്. അത് ചിലര് ചെയ്യുന്നതല്ല. ഈ ലോകം മുഴുവനും ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഭീകര മതമായിരിക്കുകയാണ്. ഈവൻ റെയിൽവേ കമ്പാർട്ട്മെന്റിൽ ഊശാന്താടി വെച്ച 2 മുസ്ലിം ഉണ്ടെങ്കിൽ അതിനകത്തുള്ളവർ ഇപ്പൊ മര്യാദയ്ക്ക് ഉറങ്ങാത്ത ലെവലിലാണ്. ഇന്നലെ അമേരിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് വാണിംഗ് പോയിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക മുസ്ലിം ഭീകരരുടെ അറ്റാക്കിന് എപ്പോൾ വേണമെങ്കിലും വിധേയമാവാം, അമേരിക്കക്കാർ ശ്രദ്ധിച്ചിരിക്കുക എന്ന്. അപ്പൊ ശരിക്കും മതം ഇങ്ങനെ ഉപയോഗിക്കുക തീവ്രവാദത്തിന്. മതത്തിലെ പല പ്രചാരകന്മാരും പ്രവാചകന്മാരും അവനവന്റെ മതം മാത്രം ശരി, അതിലേക്ക് വരണമെന്ന് പറഞ്ഞ് വരാത്തവരൊക്കെ കൊന്നവരാ. ശരിക്കും ഗോവ ഇൻക്വിസിഷന്റെ നേതാവിനെയാണ് സെയിന്റാക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞത്, ഏത് പ്ലാസ്റ്റിക് ആണെങ്കിലും, ഏത് സയൻസ് ആണെങ്കിലും, ഏത് കീടനാശിനിയാണെങ്കിലും, ഏതും അത് നല്ലതാണ്, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ. പലപ്പോഴും യുക്തിവാദികള് ചില കാര്യത്തിനെ സയൻസ് അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. ആലോചിച്ചു നോക്കുക, മഹാകവി ഉള്ളൂരിന്റെയും കുമാരനാശാന്റെയും അതുപോലെ തന്നെ എടപ്പള്ളി കവിതകളുമൊക്കെ ഇതിലൊക്കെ സയൻസ് ഉണ്ടോ? സയൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? എത്രയോ സോഷ്യോളജി സബ്ജക്റ്റ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ എത്രയോ സബ്ജക്റ്റുകളുണ്ട്. സംസ്കൃത് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം സബ്ജക്റ്റുകളുണ്ട്, ഹിന്ദി. ഇതൊക്കെ സയൻസ് ഉണ്ടെങ്കിൽ MA BA ഡിഗ്രികളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് വല്ല റൂളും ഉണ്ടോ? ശരിക്ക് സയൻസ് ആണെങ്കിൽ എല്ലാവരും സ്വീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ പരമമണ്ടത്തരാണ്. സയൻസ് കൈകാര്യം ചെയ്യുന്നവരുണ്ടാക്കുന്ന അത്രയും പ്രശ്നങ്ങൾ മറ്റൊരു വിഷയം കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടാക്കുന്നില്ല. ശരിക്കും ആറ്റമിക് എനർജി നല്ലതാണ്, ഉപയോഗിച്ചത് ആറ്റം ബോംബിനാണെങ്കിൽ. കീടനാശിനി നല്ലതാണ്, അമിതമായിട്ട് ഉപയോഗിച്ച് സർവ്വ വെജിറ്റബിൾസിലും കീടനാശിനിയാണെങ്കിൽ. പ്ലാസ്റ്റിക് നല്ലതാണ്, ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാത്ത പ്ലാസ്റ്റിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അതുപോലെ മരുന്ന് നല്ലതാണ്, അതിന്റെ സൈഡ് ഇഫക്റ്റ് ക്യൂറേറ്റീവ് എഫക്റ്റിനേക്കാൾ ഡേഞ്ചറസ് ആണെങ്കിൽ. ഇതൊക്കെ സയൻസിന്റെ പ്രോഡക്റ്റാണ്. ഏതായാലും മലയാളത്തിൽ കവിത എഴുതുന്നവരും മറ്റേത് ഭാഷയോ വിഷയമോ പഠിപ്പിക്കുന്നവരും സയന്റിസ്റ്റുമാർ ചെയ്യുന്ന അത്രയും ദുരാചാരങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം സയന്റിഫിക് ആണ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ. നല്ല സയൻസ് ഉണ്ട്. ആൽമരത്തിന് പ്രദക്ഷിണം വെച്ചാൽ അതിൽ ചെറിയ ഡോസ് 30 ppm ലെവലിൽ ഓസോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ഒരാൾ എഴുതി, ഇപ്പോൾ ഓസോണിന്റെ വാതകം മൂക്കിലേക്ക് നേരിട്ട് കുത്തിക്കൊടുത്താൽ ആള് ചത്തുപോകുമെന്ന് പോലും അറിയാത്ത ഗോപാലകൃഷ്ണനാണ് ഇത് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞത് 30 ppm എന്നാണ്. അത് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ആള് താമസമില്ലെങ്കിൽ ഞാനാണ് ഉത്തരവാദി അതിന്. ഓസോൺ വാതകം മൂക്കിലേക്ക് കുത്തിക്കയറ്റാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ 30 ppm എന്ന് പറഞ്ഞാൽ 30 parts per million ലെവലിൽ ഓസോൺ ഉണ്ട്. അങ്ങനെയുള്ള ഓസോൺ തന്നെയാണ് കുടിവെള്ളത്തിൽ ഉപയോഗിക്കുന്നത് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട്. ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല ബോട്ടിൽ വാട്ടറിൽ. അത് ഓസോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം ഓസോൺ ലിക്വിഫൈ ചെയ്ത് കുടിക്കാൻ പറഞ്ഞു എന്നുള്ളതാണോ? ഈ സയൻസിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം, എന്നിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു വിഭാഗം. പക്ഷെ സയൻസും ഡേഞ്ചറസ് ആണ്, എല്ലാം ഡേഞ്ചറസ് ആണ്, അത് ഉപയോഗിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.